നമസ്കാരം. സോഷ്യൽ മീഡിയയിലും മറ്റ് മെയിൻ ചാനലുകളിലുമെല്ലാം ഇന്ന് ആസിഫ് അലി രമേശ് നാരായണൻ വിഷയം ആളിക്കത്തുകയാണ്. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ ഒരു വീഡിയോ ശകലം അയച്ചു വന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് രമേശ് നാരായണനും ആസിഫ് അലിയുമല്ല യഥാർത്ഥ പ്രതി, ആ പ്രതിയുടെ ശബ്ദം കേട്ടോളൂ എന്ന് പറഞ്ഞ് ഒരു ഓഡിയോ ഇട്ടിരിക്കുകയാണ്. ആ ബഹളത്തിനിടയിൽ ഒരു ശബ്ദം, ഒരു സോറി പറഞ്ഞ് അദ്ദേഹത്തിന് മൊമെൻറ്റോ കൊടുക്കൂ, ആസിഫ് അലിയെ വിളിച്ചോളൂ എന്ന് പറയുന്നൊരു ശബ്ദമാണ് അതിനിടയിൽ നിന്നും കേൾക്കുന്നത്. അത് എൻ്റെ ശബ്ദമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിലെ പ്രതി ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് തമ്പനയിൽ ചെയ്തത്. പ്രിയമുള്ളവരെ, എം ഡി വാസുദേവൻ നായരുടെ 91-ാം ജന്മദിനവും അദ്ദേഹം തിരക്കഥ എഴുതിയ 9 സിനിമകൾ, ഒരു ആന്തോളജി സിനിമയാണ്, അതിൻ്റെ ട്രെയിലർ ലോഞ്ചും ഈ മാസം 15-ാം തീയതി എറണാകുളത്ത് ക്രൗൺ പ്ലാസ സ്റ്റാർ ഹോട്ടൽ വെച്ച് നടന്നു. അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് എം ഡി സാറിൻ്റെ മകളും ആ 9 സിനിമയിൽ ഒരു സിനിമ സംവിധാനം ചെയ്ത ആളുമായ അശ്വതി വി നായരാണ്. മറ്റൊരാളും അവരുടെ കൂടെയുണ്ട്. യഥാർത്ഥ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് സരിഗമ എന്ന ബോംബെ കോർപ്പറേറ്റ് കമ്പനിയാണ്. ആ സിനിമ OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്നത് C5 എന്ന OTT പ്ലാറ്റ്ഫോം. ഇവർ ജൂലൈ 15 തിങ്കളാഴ്ച എം ഡി സാറിൻ്റെ പിറന്നാൾ ദിനം ഈ ഒരു ചടങ്ങ് വെച്ചിരിക്കുകയാണെന്ന് എനിക്ക് നേരത്തെ അറിയാം. എന്നാൽ 14-ാം തീയതി ജിനു വി എബ്രഹാം എന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഞാൻ അനിനെ പോലെ സ്നേഹിക്കുന്ന തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, അദ്ദേഹം സരിഗമ എന്ന് പറയുന്ന കമ്പനിയുടെ കേരളത്തിലെ പാർട്ട്ണർ കൂടിയാണ്. അദ്ദേഹം എന്നെ വിളിക്കുന്നു. ആ പ്രോഗ്രാമിൻ്റെ ഡിസൈനിങ് ഒന്നും ആയിട്ടില്ല, ജോസേട്ടനൊന്ന് പറയണം, നമുക്ക് എത്രയും പെട്ടെന്ന് അതൊന്ന് ഡിസൈൻ ചെയ്യണം. ഞാൻ പറഞ്ഞു, ഇനി ഒരു ദിവസമേ ഉള്ളൂ, 24 മണിക്കൂറേ ഉള്ളൂ. അല്ല, കുഴപ്പമില്ല, ഒന്ന് പറയണം, എനിക്കറിയാം ജോസേട്ടൻ ചെയ്യുമെന്ന്. ശരിയാണ്, ഒരുപാട് ഇതുപോലുള്ള ഇവൻറ്റുകൾ ചെയ്ത് പരിചയമുള്ള എനിക്ക് അത് സാധിക്കുമെന്ന് ജിനു വി എബ്രഹാം കരുതി. ഞാൻ 14-ാം തീയതി 2 മണിയായപ്പോൾ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ചെല്ലുന്നു. അവിടെ സരിഗമയുടെ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, C5ൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്, ജിനു വി എബ്രഹാം ഉണ്ട്. അങ്ങനെ എല്ലാവരുമായി സംസാരിക്കുന്നു. എൻ്റെ കയ്യിൽ തന്ന ഒരു ലിസ്റ്റ്, എം ഡി സാറിൻ്റെ കേക്ക് കട്ടിംഗ്, ട്രെയിലർ ലോഞ്ച്, പിന്നെ കുറച്ച് പങ്കെടുക്കുന്ന അതിഥികളുടെ പേരും, ഇതുമാത്രമാണ് എൻ്റെ കയ്യിൽ തന്ന ഒരു ലിസ്റ്റ്. ഞാൻ ചോദിച്ചു, മറ്റൊന്നുമില്ലേ? അപ്പോൾ അവിടെ ഒരു രഹസ്യ നീക്കങ്ങൾ ചിലർ നടത്തുന്നു, ചില മലയാളികൾ. അവരായിരുന്നു ഇവൻ്റ് ഏറ്റെടുത്തിരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ ഒരു ഒളിച്ചുകളി കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ജിനു വി എബ്രഹാമും സരിഗമയുടെ ആളുകളുമായി മാറി നിന്ന് സംസാരിക്കുകയാണ്. ഞാൻ എഴുന്നേറ്റ് നേരെ ജിനുവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് ഞാൻ സ്കൂട്ടാവുകയാണ്. കാരണം ഇതിനൊരു തെളിച്ചമില്ല, കൃത്യതയില്ല. സരിഗമയുടെ ബോംബെയിൽ നിന്ന് വന്ന ആൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഈ പ്രോഗ്രാം, നിങ്ങൾ പറയുന്നത് മാത്രം ചെയ്യുക, നിങ്ങളെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, മറ്റാരെന്ത് പറഞ്ഞാലും ശ്രദ്ധിക്കേണ്ട. ഞാൻ പറഞ്ഞു, ആ ഒരു ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ഞാൻ നിൽക്കാം എന്ന് പറഞ്ഞാണ് വീണ്ടും ഞാൻ തുടർന്നത്. ജിനു വി എബ്രഹാം തന്നെ ജുവൽ മേരിയെ ആങ്കറായി വിളിക്കുന്നു. അവർ വരുന്നു. അവരുമായി ഇരുന്ന് അവിടെ ഒരു റൂമിൽ ഞാൻ, ജിനു, ജുവൽ മേരി ഇരുന്ന് ഈ പ്രോഗ്രാം എങ്ങനെ ചെയ്യണമെന്ന് ഡിസൈൻ ചെയ്യുകയാണ്. അതിൻ്റെ ഓപ്പണിംഗ് എങ്ങനെയായിരിക്കണം, മമ്മൂട്ടി എപ്പോഴായിരിക്കണം വരേണ്ടത്, എം ഡി സാറിൻ്റെ കേക്ക് കട്ട് ചെയ്യേണ്ടത് എപ്പോഴാണ്, അതിനു മുമ്പ് എന്താണ് സംഭവിക്കേണ്ടത്, ഇത് കൃത്യമായി പ്ലാൻ ചെയ്യുക. 9 സിനിമയുടെയും സംവിധായകർ ആദ്യം സംസാരിക്കണം എന്ന് തീരുമാനിച്ചു. അതിൽ ഹൈറാർക്കി അനുസരിച്ച് പ്രിയദർശൻ അങ്ങനെ തുടങ്ങിയുള്ള ആളുകളെ വിളിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എം ഡി സാറിൻ്റെ 91-ാം പിറന്നാളാണ്, നവതി കഴിഞ്ഞ വർഷമാണ് ആഘോഷിച്ചത്. ആ 91-ാം പിറന്നാളിന് അദ്ദേഹത്തെ സംബന്ധിക്കുന്ന ഒരു ലഘു വീഡിയോ വേണം. അങ്ങനെയൊന്നും അവർ ചിന്തിച്ചിട്ട് പോലുമില്ല. ആ നിമിഷം തന്നെ ജുവൽ മേരിയോട് പറഞ്ഞ് ഒരു കണ്ടൻറ് റൈറ്ററെ കൊണ്ട് എം ഡി സാറിൻ്റെ ആ ഒരു ലഘു ജീവചരിത്രം പോലെ എഴുതാൻ പറഞ്ഞു. രാത്രി 10 മണിക്കാണ് എനിക്ക് ആ കണ്ടൻറ് കിട്ടുന്നത്. അത് കുറച്ച് ദൈർഘ്യമേറിയ കണ്ടൻ്റായിരുന്നു. അപ്പോൾ തന്നെ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി, റൈറ്റർ, ഡയറക്ടർ, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് വാചകങ്ങൾ കൂടി ആഡ് ഓൺ ചെയ്തു. മനോഹരമായിരുന്നു ആ നരേഷൻ. ആര് വോയിസ് ഓവർ ചെയ്യണം എന്നാലോചിച്ചപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, സിദ്ദിഖ് നന്നായിരിക്കും. സിദ്ദിഖിനെ വിളിക്കുന്നു. സിദ്ദിഖ് രാവിലെ വന്ന് ചെയ്യാമെന്ന് പറയുന്നു. അടുത്ത ദിവസം രാവിലെ 8 മണിയാകുമ്പോൾ ഞാൻ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ പോവുകയാണ്. ഷൂട്ടിങ്ങിന് പോകുന്ന വഴി സിദ്ദിഖ് വരുന്നു, ആ വോയിസ് ഓവർ എടുക്കുന്നു. എഡിറ്റർ ഷമീർ മുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ അസിസ്റ്റൻറ്റിനെ വിളിച്ച് ഇതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ, വീഡിയോ കംപ്ലീറ്റ് ഗൂഗിളിൽ നിന്നും ഡൗൺലോഡ് ചെയ്യണം, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് സിനിമകളുടെ ഷോട്ടുകൾ ഡൗൺലോഡ് ചെയ്യണം.
ഇതെല്ലാം ചെയ്യാൻ പറയുന്നു. അതിൻ്റെ എഡിറ്റിംഗ് അവിടെ ഇരുന്നൊരു സഹഭാഗത്ത് നടക്കുന്നു. ഇടയ്ക്ക് ഞാനത് പോയി നോക്കി കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വൈകിട്ട് 5 മണിക്കാണ്, 6:30ക്കുള്ള ഷോയ്ക്ക് 5 മണിക്കാണ് ആ വീഡിയോയുടെ എഡിറ്റിംഗ് പൂർത്തിയാകും. ഇതിനിടയിൽ മധുസാറിൻ്റെ ഒരു ആശംസയുണ്ട്. 4:30 മണിയായപ്പോൾ എനിക്ക് അത് വാട്സപ്പിൽ ലഭിക്കുന്നു ആശംസ. അത് ഞാൻ എൻ്റെ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്ത് അത് പെൻഡ്രൈവിലാക്കുന്നു. ഇങ്ങനെ ഇതിനിടയിൽ പോയി സ്റ്റേജിൻ്റെ ക്രമീകരണങ്ങൾ, താഴെ സീറ്റിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, വീഡിയോ വാളിൻ്റെ ക്രമീകരണങ്ങൾ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു സഹായത്തിന് ആളില്ല. എൻ്റെ മനസ്സിലോടിയെത്തി എൻ്റെ ശിഷ്യനായിരുന്ന സംവിധായകൻ അജയ് വാസുദേവനെ ഞാൻ വിളിക്കുന്നു. അതിന് കാരണമുണ്ട്. ഒരു വാക്കി ടോക്കി പോലും അവർ കരുതിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം MC-ക്ക്, അതായത് ജുവൽ മേരിക്ക്, സ്റ്റേജിലേക്ക്. വീഡിയോ വാളിൻ്റെ ക്രമീകരണങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ സ്റ്റേജിന് ക്രോസ് ചെയ്ത് എപ്പോഴും പോകുന്നത് അരോചകമായതുകൊണ്ട് തന്നെ വീഡിയോ വാളിൻ്റെയും ശബ്ദ ക്രമീകരണങ്ങളുടെയും അടുത്ത് അജയ് വാസുദേവൻ നിർത്തി. 27 തവണയാണ് ഞാൻ ഈ ഷോ നടക്കുമ്പോൾ അജയന് ഫോൺ ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ നിർദ്ദേശം കൊടുത്തുകൊണ്ട്. ഷോ ഭംഗിയായി നടന്നു വരുന്നു. അതിനിടയിൽ MD സാറിൻ്റെ കേക്ക് കട്ടിങ്ങിന് അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാമെന്ന് മകൾ അശ്വതി നായർ സമ്മതിച്ചിരുന്നു. അതിനുവേണ്ടി ഒരു ചെയർ പെട്ടെന്ന് തന്നെ ഇടാൻ സ്റ്റേജിൽ അറേഞ്ച് ചെയ്തിരുന്നു. കേക്ക് കൊണ്ടുവരാനുള്ള ആളുകളെ അറേഞ്ച് ചെയ്തു. ഈ സമയത്താണ് MD സാറിന് സ്റ്റേജിലേക്ക് വരാൻ വയ്യ. പെട്ടെന്ന് തന്നെ അത് താഴേക്ക് ക്രമീകരിക്കുന്നു. അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ. അവിടെയാണ് മമ്മൂട്ടി ചെന്നതും കേക്ക് കട്ട് ചെയ്തും ആ വികാരം തുടിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടായത്. നിങ്ങൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും മമ്മൂട്ടി എന്ന മനുഷ്യൻ്റെ ആത്മാർത്ഥത, MD സാർ അദ്ദേഹത്തോട് കാണിക്കുന്ന സ്നേഹം, ആദരവ്. 2 തവണയാണ് ആ തോളിലേക്ക് ചാഞ്ഞത്. അത് ഒരുപാട് അക്ഷരങ്ങൾ കൊണ്ട് സ്നേഹത്തിൻ്റെ കൂടാരം തീർത്ത MD വാസുദേവൻ നായർ ചെറിയ ചില ചലനങ്ങളിലൂടെ മമ്മൂട്ടിയോടുള്ള സ്നേഹം, ആ നിമിഷത്തിൻ്റെ ആർദ്രത, അതൊക്കെ വെളിപ്പെടുത്തുകയായിരുന്നു. കണ്ടു നിന്ന് എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു, മനം നിറഞ്ഞു. ആ ഒരു ഒരുമയും സ്നേഹവായ്പും. MD സാർ ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല അന്നേ ദിവസം. അവസാനം ഞാൻ മകളോട് ചോദിച്ചു, എല്ലാവർക്കും നന്ദി എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അത് വേണ്ട എന്ന് പറഞ്ഞു. അതരത്തിൽ നിന്നും അക്ഷരങ്ങൾ വരാതെ ചലനങ്ങളിലൂടെ സ്നേഹവായ്പ തീർത്ത MD, അത് ഹൃദയത്തിലേറ്റു വാങ്ങിയ മമ്മൂട്ടി. അത്രയും ഗംഭീരമായ രീതിയിൽ ആ ഷോ അങ്ങനെ നടക്കുകയാണ്. മമ്മൂട്ടി സംസാരിച്ച വാക്കുകൾ, MDയെക്കുറിച്ച് പറഞ്ഞ ഓർമ്മകൾ, ഒരാളും അവിടെ നിന്ന് ചലിച്ചിട്ടില്ല. അത്രയും ഭംഗിയായി ഒരു നിമിഷം പോലും ലാഗില്ലാതെ ആ ഷോ പോകുന്നു. അതിനുശേഷം അവസാനത്തെ സെഗ്മെൻ്റാണ് 9 സിനിമകളുടെയും താരങ്ങൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും മെമൻറ്റോ കൊടുക്കുക. അത് സരിഗമ തന്നെ അറേഞ്ച് ചെയ്തതാണ്. എല്ലാവർക്കും ഒരു സന്തോഷം പങ്കിടുക എന്നുള്ള രീതിയിൽ 95 മെമൻറ്റോ കൊടുക്കണം. ഞാൻ ജുവലിനോട് നേരത്തെ പറഞ്ഞിരുന്നു, ഓരോരുത്തരെയും വിളിച്ച് മെമൻറ്റോ കൊടുത്താൽ വെളുക്കുമ്പോഴും ഈ ഷോ തുടർന്നുകൊണ്ടിരിക്കും. അത് വേണ്ട, നമുക്ക് ഓരോ ഗ്രൂപ്പായിട്ട് വിളിക്കാം. ഹൈറാർക്കി അനുസരിച്ച് തന്നെ പ്രിയദർശൻ്റെ ഗ്രൂപ്പിനെ വിളിക്കുന്നു. പ്രിയദർശൻ 2 സിനിമകൾ ചെയ്തിട്ടുണ്ട് ആ ആന്തോളജിയിൽ. അവർക്ക് മെമൻറ്റോ കൊടുത്തു. അതിൽ സംസാരിക്കേണ്ടവരെ കൊണ്ട് സംസാരിപ്പിച്ചു. ഹരീഷ് പേരടി തുടങ്ങിയവരൊക്കെ അവിടെ മൈക്ക് കൊടുത്ത് സംസാരിച്ചു. അങ്ങനെ ഓരോ ടീമിനെയും വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ജയരാജൻ്റെ സിനിമയുടെ ഊഴം വന്നത്. ശരിക്കും ഇതിൻ്റെ സംഘാടകരോട് ഞാൻ ഷോ തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പ് വരെ ആവശ്യപ്പെട്ടു, എനിക്ക് ആരൊക്കെയാണ് ഗസ്റ്റ് വന്നിരിക്കുന്നത്, ഓരോ സിനിമയുടെയും സാങ്കേതിക പ്രവർത്തകർ ആരെയൊക്കെയാണ് വിളിക്കേണ്ടത് എന്ന് ചോദിച്ചിരുന്നു. ആരും തന്നില്ല. അങ്ങനെ ജുവൽ മേരിയോട് ഞാൻ നേരത്തെ പറഞ്ഞു, മനോധർമ്മം അനുസരിച്ച് ചെയ്യാം. അങ്ങനെ ആളുകളെ വിളിക്കുമ്പോൾ ജുവൽ മേരിയോട് പറഞ്ഞു, നിങ്ങൾ പറയണം, പേര് പരാമർശിക്കാത്ത ആരെങ്കിലും സാങ്കേതിക പ്രവർത്തകരോ താരങ്ങളോ ഉണ്ടെങ്കിൽ വേദിയിലേക്ക് വരണം, മെമൻറ്റോ സ്വീകരിക്കണം, ഞങ്ങളുടെ സ്നേഹം പങ്കിടണമെന്ന് ജുവൽ മേരി പലവട്ടം ആവർത്തിച്ചിരുന്നു. ജയരാജൻ്റെ ക്രൂ, ജയരാജ് ഉൾപ്പെടെ വരുന്നു. വേദിയിലേക്ക് വന്ന് അവർ മെമൻറ്റോസ് മേടിക്കുന്നു. അതിൽ 1-2 പേർ മൈക്കിലൂടെ സംസാരിക്കുന്നു. അവർ തിരിച്ചിറങ്ങും. അവരിറങ്ങിക്കഴിയുമ്പോഴാണ് MD സാറിൻ്റെ മകൾ അശ്വതി വന്ന് എന്നോട് പറയുന്നത്, ജയരാജൻ്റെ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറെ വിളിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു വാചകമാണ് പറഞ്ഞത്. പെട്ടെന്ന് ഞാൻ ജുവൽ മേരിയോട് പറഞ്ഞു, ഒരു സോറി പറഞ്ഞിട്ട് അദ്ദേഹത്തെ വിളിക്കൂ. അപ്പോൾ എൻ്റെ കൺമുമ്പിൽ കാണുന്നത് ആസിഫ് അലിയാണ്. മമ്മൂട്ടിയൊക്കെ പോയി കഴിഞ്ഞു. ആസിഫ് അലിയെ മൊമെൻറ്റോ കൊടുക്കാൻ വിളിക്കുക. രമേശ് നാരായണൻ അവിടെ ഇരുന്ന് എന്നെ കൈ ഉയർത്തി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഞാൻ വരില്ല എന്നാണോ എനിക്ക് വേണ്ട എന്നാണോ എനിക്ക് അർത്ഥം മനസ്സിലായില്ല. പെട്ടെന്ന് ഞാൻ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് കയറാൻ കഴിയില്ല, അദ്ദേഹത്തിൻ്റെ കാലിന് ബുദ്ധിമുട്ടുണ്ട്. ഉടനെ ജുവൽ മേരിയോട് ഞാൻ പറയുകയാണ്, ഈ പറയുന്നതൊക്കെ കാലിൽ തട്ടി അവർ കുനിഞ്ഞു നിന്ന് പറയുകയാണ്, അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് വരാൻ കഴിയില്ല. അവിടെ MD സാറിൻ്റെ കേക്ക് മുറിച്ചതുപോലെ തന്നെ ആ സദസ്സിലേക്ക് ചെന്ന് വേണം കൊടുക്കാൻ. ആസിഫ് അലിയോട് അവിടെ നിന്ന് കൊടുക്കാൻ പറയൂ എന്ന് അനൗൺസ് ചെയ്യാൻ പറയും.
ഈ സമയത്ത് ജുവൽ മേരി എന്നോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നാണ് പറഞ്ഞ് മ്യൂസിക് ഡയറക്ടറുടെ. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് എനിക്കും പെട്ടെന്നൊരു പകച്ചു, അത് രാജേഷാണോ രമേഷാണോ സന്തോഷാണോ. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടെന്ന് ഞാൻ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുമ്പോൾ ആരോ പറഞ്ഞത് കേട്ടിട്ട് ജുവൽ മേരി പറഞ്ഞു സന്തോഷ് നാരായണൻ എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ തിരുത്തി, ഞാൻ രമേഷ് നാരായണൻ എന്ന് പറഞ്ഞു. അവർ തിരുത്തി, സോറി രമേഷ് നാരായണൻ, മെമൻറ്റോ കൊടുക്കുന്നു ആസിഫ് അലി എന്ന്. ഇത്രയും അവിടെ സംഭവിച്ചു. ഇതിനിടയിൽ മീഡിയ പേഴ്സൺസ് വന്ന് ക്യാമറയും മൊബൈലും ഒക്കെയായി ഇവരെ അങ്ങ് വളയുമല്ലോ. വേദിക്കടുത്ത് നിൽക്കുന്ന, സ്റ്റേജിൻ്റെ താഴെ നിൽക്കുന്ന എനിക്ക് അവിടെ നടക്കുന്ന സംഭവങ്ങൾ അറിയില്ല. ഞാൻ ഈ വിഷയങ്ങളൊന്നും കണ്ടിട്ടില്ല. ഈ കൈ തട്ടി മാറ്റിയതും ജയരാജനെ വിളിച്ചതും ഒന്നും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇപ്പുറത്ത് നിൽക്കുന്നവരാരും അറിഞ്ഞിട്ടില്ല. ഒരു പരിധിവരെ ആ ചടങ്ങിൽ സംബന്ധിച്ചിരുന്ന പലരും അറിഞ്ഞിട്ടില്ല. ഇത് ഇന്ന് ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ മൊബൈൽ ഫോൺ വരെ ക്യാമറയായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിൽ സംഭവിക്കുന്ന പ്രത്യേകതയാണ്. എല്ലാവരുടെയും പുറകെ ഒരു ക്യാമറയുണ്ട്. അത് CCTV ആയിട്ടും മൊബൈലായിട്ടും മാധ്യമങ്ങളുടെ ക്യാമറയായിട്ടുമൊക്കെ. സെലിബ്രിറ്റീസിന് കൂടെ പല ക്യാമറകളും ഉണ്ടാകുമെന്ന് കരുതുക. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ അത്രയും ഒപ്പിയെടുത്തത്. ആ ഷോ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ എല്ലാവരും പോകുമ്പോഴും ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല ഈ വിഷയം. ഷോ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ അകത്തേക്ക് വരുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നു. എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി, ആക്സിഡൻറ്റിലാണ്, അമൃത ഹോസ്പിറ്റലിലാണ്. ഞാൻ പിന്നെ അവിടെ നിന്നില്ല, പെട്ടെന്ന് തന്നെ അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. രാത്രി 2 മണിയായപ്പോഴാണ് ഞാൻ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് ആ ഡെഡ് ബോഡി മോർച്ചറിയിൽ വെച്ചതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഞാൻ രാവിലെ ഒന്ന് അല്പം ഉറങ്ങിപ്പോയി. മൊബൈൽ ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നു. ഒരുപാട് പേര് വിളിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ പൊങ്കാല തുടങ്ങിയെന്ന് സോഷ്യൽ മീഡിയ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സംഭവങ്ങൾ അറിയുന്നതും മനസ്സിലാവുന്നു. പെട്ടെന്ന് ജുവൽ മേരി വിളിച്ചു, ജിനു എബ്രഹാം വിളിച്ചു, ഒരുപാട് പേര് വിളിക്കും. ഈ ഷോ കഴിഞ്ഞപ്പോൾ സരിഗമയുടെയും C5-ൻ്റെയും പ്രതിനിധികൾ വന്ന് എന്നെ ആവോളം പ്രശംസിച്ചു, ആശംസിച്ചു. ഷോ ഗംഭീരമായിരുന്നു, ഒരു നിമിഷം പോലും ലാഗടിച്ചില്ല, ഇത് വെൽ പ്ലാൻഡ് ഷോയായി മനുഷ്യർക്ക് തോന്നി എന്നൊക്കെ പറഞ്ഞു. ആ സ്ഥലത്തു നിന്നാണ് ഇത്തരം ഒരു വിഷയം ആവിർഭവിക്കുന്നത്. ഞാൻ സോഷ്യൽ മീഡിയ പലതും കണ്ടു. അതിനുശേഷം ഒരു ചാനൽ ചർച്ച 24 ന്യൂസിൽ ഹാഷ്മി നയിക്കുന്ന ചാനൽ ചർച്ചയിൽ ഞാൻ പോയിരുന്നു. ഞാൻ പ്രോഗ്രാം ഡയറക്ടർ ആയതുകൊണ്ട് തന്നെയാണ്, ഷോ ഡയറക്ടർ ആയതുകൊണ്ടാണ് ഞാൻ പോയത്. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, രമേഷ് നാരായണൻ ആ സമയത്ത് ആ ചാനലിൽ തന്നെ ആസിഫ് അലിയോട് മാപ്പ് പറയുന്നതായി കണ്ടു. ഞാൻ പറയുന്നു, മാപ്പ് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പരസ്പര ബന്ധമില്ലാത്ത രീതിയിലാണ് ആവർത്തിച്ചു കൊണ്ടിരുന്നത്. ഞാൻ ആ വിഷ്വൽസ് കാണുമ്പോൾ അറിയാം അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും ആസിഫ് അലിയെ തിരസ്കരിക്കുന്നത്, നിഷേധിക്കുന്നത്, ഒരു കൈ കൊണ്ട് ഇത് പിടിച്ചു മേടിക്കുന്നത്. അവസാനം ജയരാജ് അടുത്തേക്ക് വരുന്നു, ജയരാജിനെ കെട്ടിപ്പുണർന്നുകൊണ്ട് ഇത് സ്വീകരിക്കുന്നു ചിരിച്ച മുഖത്തോടെ. ആസിഫ് അലിയോട് ചിരിച്ചിട്ടില്ല. അവിടെയാണ് ആസിഫ് അലിയുടെ നിഷ്കളങ്കമായ ചിരിയെക്കുറിച്ച് ഇവിടെ മീഡിയാസ് മുഴുവൻ പറഞ്ഞത്. ആസിഫ് അലി ഇന്നലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ആരും ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാക്കരുത്, അത്രയും സീനിയറായ രമേഷ് നാരായണൻ ആ സാറിനെ അപമാനിക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി. അത് അദ്ദേഹത്തിൻ്റെ മഹത്വം. എന്നാൽ രമേഷ് നാരായണൻ ന്യായീകരിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ ആസിഫ് അലിയെ തിരസ്കരിച്ചിട്ടില്ല, ഞാൻ ജയരാജ് വരുമ്പോൾ ആസിഫ് അലി അടുത്തുണ്ടാകുമെന്ന് വിചാരിച്ചു, തിരിഞ്ഞു നോക്കുമ്പോൾ ആസിഫ് അലി പോയി കഴിഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ജയരാജിൻ്റെ അടുത്തുനിന്ന് വാങ്ങിയത്. മിസ്റ്റർ രമേഷ് നാരായണൻ, നിങ്ങൾ ആസിഫ് അലി അവിടെ നിന്ന് പോയെങ്കിൽ നിങ്ങൾക്ക് ജയരാജിനെ വിളിച്ച പോലെ തന്നെ ആസിഫ് അലി പ്ലീസ് വരൂ എന്ന് പറയാമായിരുന്നു. നിങ്ങളത് ചെയ്യാതിരുന്നത് നിങ്ങളുടെ ഉള്ളിൽ ആസിഫ് അലി വേണ്ട. അത് പലരും പറയുന്നത് പോലെ ജാതിവരി എന്നൊന്നും ഞാൻ പറയില്ല, അല്ലെങ്കിൽ മതത്തിൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ല. ആസിഫ് അലി ഒരു ചെറിയ മനുഷ്യനാണ്, ഒരു ചെറിയ ആർട്ടിസ്റ്റാണ്. നിങ്ങളുടെ ഉള്ളിലുണ്ടായ വികാരമാണ് നിങ്ങളെ കണ്ട് അത് ചെയ്യിച്ചത് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. ആസിഫ് അലി മകനെ പോലെയായിരുന്നു എന്നൊക്കെ നിങ്ങൾ ചാനൽ ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. മിസ്റ്റർ രമേഷ്, ആസിഫ് അലി മകനെ പോലെയായിരുന്നെങ്കിൽ, വേണ്ട അനിയനെ പോലെയായിരുന്നെങ്കിൽ, വേണ്ട അന്യനെ പോലെയായിരുന്നെങ്കിലും ഒരു പുഞ്ചിരി കൊടുത്തുകൊണ്ട് ഒരു നിമിഷം നിൽക്കണേ, ഞാൻ ജയരാജിനെ കൂടി ഒന്ന് വിളിച്ചോട്ടെ എന്ന് പറയാം. ആ മര്യാദ കാണിക്കാത്ത നിങ്ങൾ ധിക്കാരിയാണ്, തൻ്റെടിയാണ്, അഹങ്കാരിയാണ്. നിങ്ങളുടെ കഴിവിനെ മറച്ചു വെച്ചുകൊണ്ടല്ല, നിങ്ങൾ കഴിവുള്ള ആൾ തന്നെയാണ്. എൻ്റെ സുഹൃത്ത് ബിനു ഗിരിയത്ത് എന്നോട് ഫോണിലൂടെ പറഞ്ഞു, അദ്ദേഹം കോത്തുപറമ്പുകാരനാണ്, അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് അലഞ്ഞതും ബുദ്ധിമുട്ടിയതും ആ നാളുകളെക്കുറിച്ചൊക്കെ എന്നോട് ബിനു ഗിരിയത്ത് പറഞ്ഞു. കഷ്ടപ്പാടുകൾ എന്താണെന്ന് അറിയാവുന്ന പടവെട്ടിക്കയറി വന്ന ഒരാളല്ലേ രമേഷ് നാരായണൻ നിങ്ങൾ? അതുപോലെ തന്നെ സ്വന്തമായ ഒരു ചാല് തീർത്ത് കൊണ്ടുവന്നയാളാണ് ആസിഫ് അലി. ആസിഫ് അലിക്ക് എന്താണ് നിങ്ങൾക്ക് മെമൻറ്റോ തരാൻ ഒരു കുറവ്? അദ്ദേഹം എത്രയോ സിനിമകൾ തന്മയത്വത്തോടെ അഭിനയിച്ചിരിക്കുന്നു. സിനിമാ മേഖലയിൽ സ്വന്തമായി കയ്യൊപ്പ് ചാർത്തിയ ആളാണ്.
ഞാൻ എൻ്റെ കൺമുമ്പിൽ ആസിഫ് അലിയെ കാണുമ്പോൾ അവിടെ ഇരിക്കുന്ന താരങ്ങളിൽ അപ്പോൾ തരാൻ യോഗ്യൻ ആസിഫ് അലിയാണ് എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയുകൊണ്ടാണ് ആസിഫ് അലിയുടെ പേര് പറയാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറയാൻ പറഞ്ഞതിൽ ആസിഫ് അലിയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. കാരണം ഒരു നിഷേധിക്കാണ് അവാർഡ് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം എനിക്ക് രമേശ് നാരായണനുമായിട്ട് അങ്ങനെ ബന്ധങ്ങളൊന്നുമില്ല. ഇനി മറ്റൊരു കാര്യം കൂടി, ആ പടത്തിൻ്റെ ഡയറക്ടറായ ജയരാജ് ആ വേദിയിൽ വരുമ്പോൾ മുമ്പിലിരിക്കുന്ന രമേശ് നാരായണനെ കണ്ടിട്ട് അദ്ദേഹത്തിന് പറയാമായിരുന്നു, എൻ്റെ മ്യൂസിക് ഡയറക്ടർ താഴെ ഇരിക്കുന്നു, അദ്ദേഹത്തെ കൂടി വിളിക്കണം. അത് പറഞ്ഞില്ല. ഒരു വലിയ ഇവൻ്റ് നടത്തുമ്പോൾ ഒരുപാട് പിഴവുകൾ സംഭവിക്കും. ആ പിഴവുകളെ ഉയർത്തി കാണിച്ചുകൊണ്ട് ആ ഷോ തകർക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആ ഇവൻറ്റിനെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നത് ശരിയല്ല. മീഡിയ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ തന്നെ അതിൽ അവർ പല ലക്ഷ്യങ്ങളും കാണും. അത് രാഷ്ട്രീയമുണ്ടാവാം, മതമുണ്ടാവാം, ഇതല്ല സത്യസന്ധമായി ആസിഫ് അലിയോട് സ്നേഹമുള്ളവരുണ്ടാവാം, രമേശ് നാരായണനോട് സത്യതയുള്ളവരുണ്ടാവാം, എന്തോ എനിക്കറിയില്ല. പക്ഷേ ഇതിത്രയും വൈറലായ നിലയ്ക്ക്, ആ ഷോയുടെ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ വിവരങ്ങൾ പൊതുജന സമക്ഷം പങ്കുവെക്കാതെ വയ്യ. ആ വിഷയം അവസാനിക്കണം. കാരണം ഇതൊരു ആജന്മ ശത്രുതയ്ക്കുള്ള വഴിയാവരുത്. ഞാൻ രമേശ് നാരായണനോട് വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങൾ കാണിച്ചത് തെറ്റ് തന്നെയാണ്. അതിന് നിങ്ങൾ ക്ഷമ ചോദിച്ചു. ആ ക്ഷമ ആത്മാർത്ഥമാണെങ്കിൽ നിങ്ങൾ പിന്നെ ചെയ്ത കാര്യങ്ങളിൽ ഉരുണ്ട് കളിക്കേണ്ട കാര്യമില്ല. ചെയ്തത് തെറ്റാണ്, ഞാൻ തെറ്റ് ചെയ്തു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ അങ്ങനെ വിചാരിച്ചു, ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ സംസാരത്തിലെ ആ തടസ്സങ്ങൾ പോലും കള്ളം തേടിയെടുക്കാനുള്ള ഒരു തടസ്സമായി എനിക്ക് മനസ്സിലാവും. ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും അത് കൃത്യമായി ബോധ്യപ്പെടും. നിങ്ങൾ റിപ്പോർട്ടർ ചാനലിലെ അവതാരകയോട്, സ്മൃതി പരുത്തിക്കാരനോട് ദേഷ്യപ്പെടുന്നതുകൊണ്ട് എന്തിനാണ് എന്നോട് വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നത്? ആ ദേഷ്യം പോലും നിങ്ങളുടെ ഉള്ളിലെ കുറ്റബോധത്തിൽ നിന്നുണ്ടാവുന്നതാണ് രമേശ്. നിങ്ങളെ കുറ്റബോധം തീർക്കണമെങ്കിൽ ആസിഫ് അലിയെ നിങ്ങൾ ഫോൺ ചെയ്തു എന്ന് ആസിഫ് അലി പറയുന്നു. ഫോൺ ചെയ്തപ്പോൾ വികാരാധീനായി എന്നാണ് ആസിഫ് അലി പറഞ്ഞത്. ആസിഫ് അലിയോട് ഞാൻ പറയുന്നു, നിങ്ങളെക്കാൾ നല്ല നടനാണ് രമേശ് നാരായണൻ. അദ്ദേഹത്തിൻ്റെ വികാരവായ്പും അദ്ദേഹത്തിൻ്റെ ആ ഇപ്പോഴുള്ള ന്യായം പറച്ചിലും അതൊട്ടും സത്യസന്ധമല്ല. ഇനിയെങ്കിലും രമേശ് നാരായണനോ അതേ മാനസികാവസ്ഥയിലുള്ളവരോ ആലോചിക്കുക. ആരും വലിയവരല്ല, ആരും ചെറിയവരുമല്ല. കിട്ടുന്ന പുരസ്കാരത്തിനാണ് വലിപ്പം, ആര് നൽകുന്നു എന്നതിലല്ല. അതും ചെറിയൊരാളല്ല രമേശ് നാരായണന് കൊടുത്തതെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും വലിയവനാകുമ്പോൾ സ്വഭാവത്തിൽ ഏറ്റവും എളിമ കൊണ്ടുവരിക. ആ എളിമയുടെ നിറകുടമാകുന്നതോടെ ജനങ്ങൾ നിങ്ങളെ നെഞ്ചേറ്റും. ആസിഫ് അലിയുടെ ഒരു പുഞ്ചിരിയിലും ആ ചിരിയോടെ തിരിഞ്ഞുപോയി സീറ്റിലിരിക്കലും ഒരു താരം അദ്ദേഹത്തിന് കൈ കൊടുത്തതും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രമേശ് നാരായണൻ കൈ കൊടുത്തില്ലെങ്കിലും നിനക്ക് ഷെയ്ഖ് ഹാൻഡ് തരാൻ ഒരുപാട് ആളുകളുണ്ട് എന്ന് പറയുന്നതിൻ്റെ അടയാളപ്പെടുത്തലായിരുന്നു അത്. അപ്പോൾ ആസിഫ് അലിക്ക് ഇത്രയധികം പിന്തുണ കിട്ടുന്നുണ്ടെങ്കിൽ കുലീനത്വമാർന്ന അന്തസ്സാർന്ന പെരുമാറ്റം കൊണ്ട് തന്നെയാണ്, ആ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് ആസിഫ് അലിക്ക് ഇത്രയും പിന്തുണ കിട്ടുന്നതും രമേശ് നാരായണന് ഇത്രയധികം പൊങ്കാല കിട്ടുന്നതും. ഓർക്കുക, എളിമയാണ് ഏറ്റവും വലിയ ആയുധം, ക്ഷമയാണ് ഏറ്റവും വലിയ പരിച. താങ്ക് യു.